നമസ്കാരം. ഖ്വാജ ആസിഫ് എന്നൊരു പേര് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഞങ്ങൾ ഭാരതത്തിൻ്റെ റഫേൽ വിമാനങ്ങളെ വെടിവെച്ചിട്ടു, എന്താണ് തെളിവ് സാർ എന്ന് ചോദിച്ചപ്പോൾ ഇൻ്റർനെറ്റിൽ നിങ്ങൾ നോക്കിയാൽ മതി, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എൻ്റെ ചിത്രങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ കൊമേഡിയനായിട്ടുള്ള പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയാണ് ഖ്വാജ ആസിഫ്. ഖ്വാജ ആസിഫ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അത് ബലൂചിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ ഹീറോഫ് ഉണ്ടല്ലോ, കറുത്ത കൊടുങ്കാറ്റ് എന്ന പേരിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ പട്ടാളത്തെ ലക്ഷ്യമാക്കി നടത്തുന്ന ഓപ്പറേഷൻ ഹീറോഫിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനയിലാണ് ഖ്വാജ ആസിഫ് വീണ്ടും വാർത്തകളിൽ താരമായി നിറയുന്നത്. ഖ്വാജ ആസിഫിൻ്റെ പുതിയ പ്രസ്താവന, ആദ്യം അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് ഭാരതമാണ് ഇത്തരത്തിലുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നായിരുന്നു. അത് ഭാരതം അപ്പോഴേ തള്ളിക്കളഞ്ഞു, പരിഹസിച്ച് തന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറയാം. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ബലൂചിസ്ഥാനിൽ ഒരു ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ നേരിടുക എന്നുള്ളത് പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ബലൂചിസ്ഥാൻ്റെ ഭൂപ്രകൃതി, ബലൂചിസ്ഥാനാണ് പാകിസ്ഥാൻ്റെ 40% ഭൂപ്രകൃതി. അതൊന്ന് ചിന്തിക്കുക. ഒപ്പം മറ്റൊരു കാര്യം ആലോചിക്കുക, ബലൂചിസ്ഥാന് പണ്ട് കാലം മുതലേ, അതായത് പാകിസ്ഥാൻ രൂപീകൃതമായ കാലം തൊട്ടേ ബലൂചിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാൻ്റെ ഭാഗമാകുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. പാകിസ്ഥാൻ, അതായത് പഞ്ചാബികൾ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന പാകിസ്ഥാനിലെ പഞ്ചാബികൾ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന പാകിസ്ഥാൻ ആദ്യം അതിന് സമ്മതം മൂളിയതുമാണ്. ബലൂചിസ്ഥാൻ്റെ സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കട്ടെ, ഞങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്നവർ പറഞ്ഞതാണ്. പക്ഷേ ആ സമ്മതം മൂളി അത്തരത്തിലൊരു കരാർ, വാക്കാലുള്ള കരാർ ഉറപ്പിച്ചതിന് മാസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ സൈന്യം ബലൂചിസ്ഥാനിലേക്ക് ഇരച്ചു കയറുകയും ബലൂചിസ്ഥാനെ പിടിച്ചെടുത്ത് പാകിസ്ഥാനോട് ചേർക്കുകയും ചെയ്തു. ഇതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ബലൂച്ചികളുടെ ഉള്ളിൽ ഈ പഞ്ചാബികൾ നിയന്ത്രിക്കുന്ന പാകിസ്ഥാൻ രാഷ്ട്രീയത്തോടും പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തോടും വല്ലാത്തൊരമർഷം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോഴുള്ള ഈ ആക്രമണങ്ങൾ. അത് വളരെ കാലമായിട്ട്, ഏതാണ്ടൊരു 80 വർഷങ്ങളോളമായി തുടർന്നു വരുന്നൊരു ആക്രമണങ്ങളുടെ ഏറ്റവും രൂക്ഷമായിട്ടുള്ളൊരു മുഖമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ആക്രമണത്തെ ബലൂചിസ്ഥാൻ്റെ ഭൂപ്രകൃതി കാരണം, അതിൻ്റെ വിശാലത കാരണം നേരിടുവാൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിയുന്നില്ല. പാകിസ്ഥാൻ സൈന്യം പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ ഫലത്തിൽ വികലാംഗരായ അവസ്ഥയിലാണ് എന്നാണ് ഖ്വാജ ആസിഫ് പ്രസ്താവിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, സ്വന്തം സൈന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ശരിയാണ്, പാകിസ്ഥാൻ സൈന്യത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളൊക്കെ മറച്ചു വയ്ക്കാനായി അല്ലെങ്കിൽ മറച്ചു പിടിക്കാനായി പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലായ, ഒരു യുദ്ധം പോലും ജയിക്കാതെ ഒരു 100 മെഡലെങ്കിലും നെഞ്ചിൽ തൂക്കിയിട്ട് നടക്കുന്ന പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ ആസിം മുനീർ പല കളികളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കളിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ സൈന്യമെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്നാണ് എന്ന് ഇന്ത്യയിലെ ചില പാകിസ്ഥാൻ പ്രേമികളെയെങ്കിലും വിശ്വസിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്ന വേളയിലാണ് ഖ്വാജ ആസിഫിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന. ആ പ്രസ്താവനയുടെ അന്തരംഗം നമ്മൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിൽ, ദക്ഷിണ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിലെ ഒരു യുദ്ധം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊരു ഭീഷണി, ഖൈബർ പഖ്തൂൺഖ്വാസിൽ താലിബാൻ്റെ തന്നെ, പാകിസ്ഥാനിലെ താലിബാൻ്റെ തന്നെ ഒരു ഭീഷണി. അങ്ങനെ നിരവധി ആന്തരിക പ്രശ്നങ്ങൾ ഒരേ സമയം പാകിസ്ഥാനിന് നേരിടേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഭാരതമെന്നുള്ള ഏറ്റവും വലിയ ശത്രുവായി, അതായത് പാകിസ്ഥാൻ്റെ സ്വയം പ്രഖ്യാപിത ശത്രു, പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ശത്രു, ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരതം സ്ഥിരമായി തന്നെ നിലനിൽക്കുന്നുണ്ട്, ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലൊരവസ്ഥയിലൂടെ പാകിസ്ഥാൻ കടന്നു പോവുകയാണ് ഖ്വാജ ആസിഫിൻ്റെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന അനുരണങ്ങൾ എന്തൊക്കെയായിരിക്കും, അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഇത്തരത്തിലൊരു അപമാനം ആസിം മുനീറിനെ പോലൊരു പ്രതികാരവാഞ്ച നിറഞ്ഞൊരു വ്യക്തി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് പ്രവചനാതീതമാണ്. ഖ്വാജ ആസിഫിനെ അദ്ദേഹത്തിൻ്റെ ദൈവം കാക്കട്ടെ എന്നേ അക്കാര്യത്തിൽ പറയുവാൻ സാധിക്കുള്ളൂ. പക്ഷേ ഭാരതത്തിൻ്റെ ഒരു വീക്ഷണകോണിൽ നിന്ന് ഈ ഒരു വസ്തുതയെ നിരീക്ഷിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബലൂചിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ ഈ 2 വിഭാഗങ്ങളിൽ നിന്നും ഒരേ സമയം ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ഖൈബർ പഖ്തൂൺ മേഖലയിൽ പാകിസ്ഥാനി താലിബാൻ്റെ ഭീഷണി, 3 ഭീഷണികൾ ഒരേ സമയം പാകിസ്ഥാൻ ആർമിയെ വലച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബലൂചിസ്ഥാൻ പോലെ വിശാലമായൊരു ഭൂപ്രദേശത്ത് നട്ടം തിരിയുമ്പോൾ, അവർ വികലാംഗരായി നട്ടം തിരിയുമ്പോൾ, ഖ്വാജ ആസിഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വികലാംഗരായി നട്ടം തിരിയുന്നൊരവസ്ഥ
വളരെയധികം പ്രയോജനപ്രദമായി ചൂഷണം ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഭാരതം ഇന്ന് നിലകൊള്ളുന്നത്. അമേരിക്കയെ പോലുള്ള ലോകശക്തികളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, പക്ഷേ വളരെ ഭാരതത്തിന് ദീർഘകാലത്തേക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ചൂഷണം ചെയ്യാൻ സാധിക്കുന്നൊരവസ്ഥയിലാണ് ഭാരതം ഇന്ന് നിലകൊള്ളുന്നത്. പക്ഷേ അതിനും ചില വൈഷമ്യതകൾ ഭാരതം നേരിടുന്നുണ്ട്. എന്താണ് ആ വൈഷമ്യതകളെന്ന് ചോദിച്ചാൽ, രാഹുൽ ഗാന്ധിയെപ്പോലുള്ള പ്രതിപക്ഷ നേതാക്കൾ ഭാരതത്തിലുണ്ടെന്നുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഭാരതം നേരിടുന്നത്. അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വിശദമായി അടുത്തൊരു വീഡിയോയിൽ പറയാം. പക്ഷേ തിരിച്ച് നമ്മൾ ബലൂചിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബലൂചിസ്ഥാന് ഭാരതവുമായിട്ടുള്ള ബന്ധവും ചരിത്രപരമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ്. ഒപ്പം തന്നെ ബലൂചിസ്ഥാൻ ഒരു ധാതു സമ്പത്താൽ സമ്പന്നമായ, ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശങ്ങളിലൊന്നാണ് ബലൂചിസ്ഥാൻ. സ്വർണമാകട്ടെ, ചെമ്പാകട്ടെ, പ്രകൃതിവാതകങ്ങളാകട്ടെ, നിരവധി പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ് ബലൂചിസ്ഥാൻ. പക്ഷേ അവിടെ ചൈനയെ പോലുള്ളൊരു രാജ്യത്തിനെ സ്വീകരിച്ച് കൊണ്ടുവന്ന് CPEC എന്ന് പറയും, CPEC, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്നൊരു പദ്ധതി നടപ്പാക്കുവാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് തത്വത്തിൽ ഭിക്ഷക്കാരായിട്ടുള്ള, സാമ്പത്തിക നില ഏതാണ്ട് പൂർണ്ണമായി തകർന്ന, ലോകത്തിൻ്റെ മുമ്പിൽ ഭിക്ഷക്കാരെന്ന് തന്നെ അറിയപ്പെടുന്ന പാകിസ്ഥാന് ഒരു എന്താ പറയുക, ചില്ലറ വല്ലതും ഇട്ടുകൊടുത്ത് ചൈന അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ബലൂചിസ്ഥാനിൽ നിന്ന് ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് പോകുവാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് ഭാരതത്തെ സംബന്ധിച്ച് എന്തായാലും അത്ര ആശാസ്യകരമായിട്ടുള്ളൊരു സാഹചര്യമായിരിക്കില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടേണ്ടത് സൈന്യത്തിൻ്റെ വീക്ഷണകോണിൽ നിന്നായാലും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വീക്ഷണകോണിൽ നിന്നായാലും അവശ്യം ഇത്തരത്തിലൊരു സാഹചര്യത്തിന് നേരിടണം, ഏത് വിധേയനും അതിനെ തടയുകയും ചെയ്യണം എന്നുള്ളത് സത്യമാണ്. അത്തരത്തിലുള്ളൊരു നീക്കം ഭാരതത്തിന് നടത്താൻ സാധിക്കുന്നുണ്ട്, പല രീതിയിലും ഭാരതം അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. പക്ഷേ പൂർണ്ണമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തോടെ അത് ചെയ്യുവാനുള്ളൊരു സാഹചര്യം ഭാരതത്തിൽ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ദൗർഭാഗ്യവശാലില്ല. കാരണം ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധിയെപ്പോലുള്ള പ്രതിപക്ഷ നേതാക്കൾ. പക്ഷേ ഇത്തരത്തിലൊരു സാഹചര്യത്തെ കാര്യക്ഷമമായി ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ ചൂഷണം ചെയ്താൽ ഒരു പക്ഷേ 2027 അവസാനമാകുമ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് പാകിസ്ഥാൻ ഒരു 3 വിഭജിക്കപ്പെടും. പക്ഷേ ഈ ഒരു സാഹചര്യത്തെ വിദഗ്ധമായി മുതലെടുക്കുവാനെന്ന് തന്നെ പറയാം, മുതലെടുക്കുവാൻ ഭാരതത്തിന് സാധിച്ചാൽ, സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ഒരു വിദഗ്ധരും സൈനിക വിദഗ്ധരും പറയുന്നത്, ഈ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഭാരതം മുതലെടുക്കുകയാണെങ്കിൽ, പൂർണ്ണമായ രീതിയിൽ മുതലെടുക്കുകയാണെങ്കിൽ, ഒരു 2027 അന്ത്യത്തോടു കൂടി പാകിസ്ഥാൻ ഒരു 3 വിഭജിക്കപ്പെടും, ഏറ്റവും ചുരുങ്ങിയത്. തന്നെയുമല്ല, പാകിസ്ഥാൻ കയ്യേറിയിരിക്കുന്ന കാശ്മീരിൻ്റെ ഭാഗം തിരികെ ഇന്ത്യ ഏറ്റെടുത്താൽ 4 വിഭജിക്കപ്പെടുകയും, പാകിസ്ഥാൻ 4 വിഭജിക്കപ്പെടുകയും, ഒപ്പം ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ കൂടുതൽ സമാധാനം നിലനിൽക്കുന്ന ഒരു അവസ്ഥ നിലവിൽ വരികയും ചെയ്യും. കാരണം ഇത്തരത്തിലൊരു ഭീകരവാദ രാഷ്ട്രം ഏതാണ്ട് 4 വിഭജിക്കപ്പെട്ടു പോവുകയും അവരുടെ ഭീകരവാദത്തിൻ്റെ താവളങ്ങളെല്ലാം ഏതാണ്ട് തകർക്കപ്പെടുകയും ചെയ്യുകയും, ഒപ്പം ഭാരതത്തിനോട് സൗഹാർദ്ദപരമായി പെരുമാറുന്ന ബലൂചിസ്ഥാൻ പോലൊരു സ്വതന്ത്ര രാജ്യം നിലവിൽ വരികയും ചെയ്യുന്നൊരവസ്ഥ സൃഷ്ടിക്കുവാൻ സാധിച്ചാൽ അത് ഭാരതത്തിന് വളരെയധികം ഗുണകരമായ ഒരു അവസ്ഥയായിരിക്കുമെന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധരും സൈനിക വിദഗ്ധരും പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ പൂർണ്ണമായും ഇത്തരത്തിലൊരു ഉദ്യമത്തിലേക്ക് ഇറങ്ങുവാനുള്ള തടസ്സങ്ങൾ ഭാരതത്തിനകത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ രൂപത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ആ ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു തീരുമാനമല്ല, ഭാരത ജനതയുടെ മനസ്സിലുള്ള വൈകാരികമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. ആത്മകമായിട്ടുള്ളൊരു പ്രവൃത്തി കൊണ്ട് നേരിടണമെന്നുള്ളതല്ല. ഓരോ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയെ മനസ്സിൽ കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന രാഷ്ട്രീയ കക്ഷിയെ നേരിടുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പ്രതിക്രിയ എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ
പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.